ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മുടെ സാരി ഡീക്ലട്ടർ അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ പറഞ്ഞിരുന്നു ഞാൻ തുണികൾ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തു എല്ലാം നന്നായി മടക്കിയെടുക്കാൻ. അയൺ ചെയ്തിട്ടെല്ലാം മടക്കിയേക്കടെ, സാധാരണ പോലെ മടക്കിയെടുക്കാൻ. ചിലതൊക്കെ ഓൾറെഡി മടക്കിയിട്ടുണ്ടായിരുന്നു, ചിലത് വൃത്തിയിൽ മടക്കിയെടുത്തു. അതിൽ കുറച്ച് ബ്ലൗസുകൾ മാത്രമാണ് ഞാൻ മാറ്റിയത്. ഇനി ഇതല്ലാതെ ഞാൻ തരം തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ സെറ്റിലെ ഷിഫോൺ സാരി ഇങ്ങനെ സ്റ്റോൺ വർക്കൊക്കെ ചെയ്തത്, അതൊരു 3 സാരി ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പത്തിരിക്കുന്നത് ഫുൾ ഹെവി വർക്ക് ചെയ്ത സാരികളാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇരിക്കുന്നത് ഷിഫോൺ സാരി ഒരു 4 ഉണ്ട്. പിന്നെ ഇത് രണ്ടും നന്നായി ഹെവി വർക്കാണ്, തീരെ ഉപയോഗിക്കാത്തതാണ്. ആ 2 സാരിയും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സെറ്റ് സാരി, ആ മോഡലുള്ള സാരികൾ 2 പിന്നെ പട്ട് സാരി, പിന്നെ കോട്ടൺ സാരി. പട്ട് സാരിയും കോട്ടൺ സാരിയാണ് ഞാൻ എടുക്കാൻ ഉപയോഗിക്കും, പതിവായിട്ട് എടുക്കുക. ബാക്കിയൊന്നും ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല, വല്ല പാർട്ടി വരുമ്പോൾ എടുക്കുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം ഇനി അത് ഒതുക്കി വെക്കാൻ. അപ്പോൾ സാരി ബാഗ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചുരിദാർ ഒതുക്കി വെക്കാൻ ഉപയോഗിക്കണേ. അതിൽ ഒരെണ്ണം ഞാൻ സ്ഥിരമായിട്ട് എടുക്കണ സാരികൾ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇത് ചെറിയ മോഡൽ സാരി ബാഗാണ്. ഇതിൻ്റെ വലുതൊക്കെ വരുന്നുണ്ട്, 10 സാരിയൊക്കെ വെക്കണതുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് സാരി എടുക്കണവരാണെങ്കിൽ അത് ട്രൈ ചെയ്യാം. ഇനി പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാങ്ങറിൽ തൂക്കിയിടാൻ സാരികൾ. ഞാനത് ചെയ്യുന്നില്ല, കാരണം ഞാൻ കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ കുർത്തിയും അതുപോലെ അനാർക്കലി അങ്ങനത്തെ ചുരിദാറുകളാണ് ഇടാറ്. അതുകൊണ്ട് എനിക്ക് ഹാങ്ങറിൽ സാരി ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ചെയ്യണവർക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇല്ലാത്തവർക്ക് സാരി ബാഗ് മേടിക്കാം. ഇനി ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു എളുപ്പപ്പണി നമുക്ക് ചെയ്യാനുള്ളത് തലോണ കവർ ഉണ്ട്. അത് നമ്മുടെ വീട്ടിൽ പഴയതുണ്ടെന്നുണ്ടെങ്കിൽ ഈ തലോണ കവറിൻ്റെ ഉള്ളിൽ നമുക്ക് സാരി ഓർഗനൈസ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ ഓരോന്നായിട്ട് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 2 3 ആയിട്ട് വെക്കാം. ഹെവി വർക്കുള്ളതാണെങ്കിൽ ഒരെണ്ണയ്ക്ക് ചിലപ്പോൾ കൊള്ളുള്ളൂ, അല്ലെങ്കിൽ കനം കുറഞ്ഞതാണെങ്കിൽ 2 3 ആയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇന്ന് അതാണ് ചെയ്യാൻ പോണത്. കാരണം സാരി ഞാൻ തീരെ എടുക്കാത്ത കാരണം എനിക്കന്ന് അത് കബോർഡിൽ വെക്കണമെന്നുണ്ട്, വല്ലപ്പോഴും ഞാൻ എടുക്കും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തലോണ കവറിലാണ് അധികം ഉപയോഗിക്കുന്ന സാരികൾ വെക്കാൻ പോണേ. ബാക്കിയുള്ളത് ഞാൻ സാരി ബാഗിലും വെക്കും. ഹാങ്ങർ ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് ഈ തലോണ കവറിൽ എഴുതി വെക്കാമെന്ന് വിചാരിക്കണേ, ഇന്ന കളർ സാരി അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് സാരിയാണ് ഇതിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ബാഗ് എടുത്താൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സാരികൾ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓർഗനൈസിങ് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തലോണ കവർ പോലെ തയ്ച്ചെടുക്കാവുന്നതാണ്. നമുക്കറിയാമല്ലോ, തലോണ കവർ തയ്ക്കാൻ വളരെ എളുപ്പമാണ്. അത് പഴയ ബെഡ്ഷീറ്റ് അങ്ങനെ എടുത്ത് തയ്ച്ചെടുത്താലും നിങ്ങൾക്ക് ഇതുപോലെ സാരി ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി തുടങ്ങിയാലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഞാൻ എൻ്റെ കോട്ടൺ സാരികൾ സ്ഥിരം എടുക്കുന്നത് ഒരു 4-5 സാരി ഉണ്ട്. കോട്ടൺ സാരി നന്നായി തേച്ച് എടുത്ത സാരികളാണ്. എന്നാൽ മാത്രമേ ബാഗിൽ കൊള്ളുള്ളൂ. നമ്മൾ തേക്കാതെ വെറുതെ മടക്കി വയ്ക്കുമ്പോൾ കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ബാഗിൻ്റെ ഉള്ളിൽ കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. കാരണം ഇത് ചെറിയ ബാഗ് ആയതുകൊണ്ട്. വലിയ ബാഗിൽ ഞാൻ പറഞ്ഞ പോലെ അധികം സാരി കൊള്ളും. ആമസോണിലൊക്കെ ഈസി ആയിട്ട് സാരി ബാഗ് കിട്ടും, അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ കുബേർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലും കിട്ടും. അപ്പോൾ അതേ സാരി ബാഗിൻ്റെ ഉള്ളിൽ 4 സാരിയോളം ഞാൻ വെച്ചു. എന്നിട്ട് ഞാനത് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. ഇനിയുള്ളതെന്ന് വെച്ചാൽ എനിക്കുള്ളത് പട്ട് സാരികളാണ്. അത് ഞാൻ ഒരു തലോണ കവറിൽ വെക്കണുള്ളൂ, സ്ഥിരമായിട്ട് എടുക്കുന്നതല്ല. പക്ഷെ അത് ഈ സാരി ബാഗിൽ വെക്കുന്നതിൽ നല്ലത് കോട്ടൻ്റെ കവറുകളിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിൽക്ക് സാരികൾ മാത്രം കോട്ടൻ്റെ കവറിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ പട്ടുസാരി ഞാൻ തേച്ച് മടക്കി വെച്ചേക്കുന്നതാണ്. അതൊരു 3 ഞാൻ അതിൽ വെച്ചത്. പട്ടുസാരി ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അഴിഞ്ഞു പോവില്ല അതിന്ന് മടക്കിന്ന്, അതുകൊണ്ടാണ് ഇതുപോലെ അപ്പോൾ വെക്കുന്നത്. അപ്പോൾ സിൽക്ക് സാരി ഇതുപോലെ കോട്ടൻ്റെ തലോണ കവറിൽ വെക്കുന്നതായിരിക്കും അതിൻ്റെ പട്ടൊക്കെ കേടാവാണ്ടിരിക്കാനും നല്ലത്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സാരികൾ ഇതുപോലെ തന്നെ ഞാൻ എല്ലാതും തലോണ കവറിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാതും ഒതുക്കി കഴിഞ്ഞു. ഞാൻ ഒരു ബാഗിൽ സാരി ബാഗ് ഒരെണ്ണം ഉപയോഗിച്ചിട്ടുള്ളൂ, കാരണം സ്ഥിരം എടുക്കുന്ന സാരി മാത്രം അതിൽ വെച്ചിരിക്കുകയാണ്. ബാക്കി സാരികളെല്ലാം തലോണ കവറിൽ വെച്ചെടുത്തിന്. ഹെവി വർക്കുള്ള സാരി ആണെങ്കിൽ ഒരെണ്ണം വെച്ചിട്ടുള്ളൂ ഒരു തലോണ കവറിൽ. ചിലത്തിൽ 2 3 വെച്ച് വെച്ചിട്ടുണ്ട്. മാക്സിമം 3 വെച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ മാർക്കർ കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ് എന്ത് സാരിയാണ്. ഇപ്പോൾ മാരേജിൻ്റെ സാരി ആണെങ്കിൽ അത്, എൻഗേജ്മെൻറ്റ് സാരി അത്, അല്ലെങ്കിൽ ഷിഫോൺ സാരീസ്, സിൽക്ക് സാരീസ്, അതിൻ്റെ കളർ അനുസരിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അടിപ്പാവാട എല്ലാം മടക്കി വെക്കാൻ പോവാണ്. അതിൻ്റെ അത്രയധികം ഒന്നുമില്ല, ഒരു 6-7 ഉള്ളൂ. അത് ഞാൻ ബാസ്ക്കറ്റിലാണ് മടക്കി വെക്കുന്നത്. ഇന്നലെ ഞാൻ ടോപ്പുകളൊക്കെ മടക്കി വെക്കുന്നത് കാണിച്ച പോലെ തന്നെ. അതുകൊണ്ട് കുറച്ച് വീതി കുറച്ച് ബാസ്ക്കറ്റിൻ്റെ വലിപ്പം അനുസരിച്ച്
ഒരെണ്ണം മടക്കി നോക്കുക നിങ്ങളുടെ ബാസ്ക്കറ്റിൻ്റെ വലിപ്പം അനുസരിച്ച്. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള പാവാട അതുപോലെ മടക്കിയെടുക്കുക. ആ ബാസ്ക്കറ്റിൽ കൊള്ളുന്ന പോലെ നല്ല കറക്റ്റായിട്ട് മടക്കിയെടുക്കണം. അത്രേ ഉള്ള എൻ്റെ ഒരു കാര്യം. അപ്പോൾ അതേ ഞാനിത് മടക്കിയെടുത്തു. ഞാൻ ഈ ബ്ലൂ കളർ ബാസ്ക്കറ്റിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തിരി കുഞ്ഞി ബാസ്ക്കറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി വലുത് എടുക്കാൻ വേണമെങ്കിൽ ഇത്തിരി ഹൈറ്റ് ഉള്ളത് എടുത്താൽ നന്നായിരിക്കും. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ട്രേ വെച്ചിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്യുന്നത് മാത്രം. പാവാട എല്ലാം ട്രേയിൽ വെച്ച് കഴിഞ്ഞു. കുറച്ചും കൂടി ഹൈറ്റുള്ള ഒരു ബാസ്ക്കറ്റ് എടുത്താൽ നന്നായിരിക്കും കേട്ടോ. അതുപോലത്തെ ട്രെയിനേലും കുറച്ചും കൂടി, അല്ലെങ്കിൽ ഇത്തിരി വലിയ ട്രേ വേണമെങ്കിൽ എടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉള്ള ട്രേയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ നല്ല നീറ്റായിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയാവില്ല. ഇനി ബ്ലൗസാണ് ഒതുക്കാനുള്ളത്. ബ്ലൗസ് എന്ന് വെച്ചാൽ ചില സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസ് തയ്പ്പിച്ച് വെച്ചതുണ്ട്. അപ്പോൾ ആ ബ്ലൗസുകളെല്ലാം മടക്കി ഇതുപോലെ തന്നെ ട്രേയിൽ വെക്കാൻ പോവാം. സാധാരണ മറ്റേ സാരികളുടെ കൂടെ സെറ്റായിട്ട് ബ്ലൗസ് ഉള്ളതല്ല ഞാൻ അതിൻ്റെ കൂടെ തന്നെ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് എക്സ്ട്രാ വന്നേക്കുന്ന ബ്ലൗസുകൾ, ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് തുണി എടുത്ത് തയ്ക്കുന്ന ബ്ലൗസുകളാണ് ഇനി മടക്കി വെക്കുന്നത്. ഇതും ബാസ്ക്കറ്റിൽ കൊള്ളുന്ന രീതിയിൽ കറക്റ്റ് മടക്കി എടുത്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്. ആ മെത്തേഡാണ് ഏറ്റവും നല്ലത്. കാണാൻ പെട്ടെന്ന് എടുക്കുമ്പോൾ നമുക്ക് ഓരോ ബ്ലൗസും തിരിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഈ മെത്തേഡായിരിക്കും കുറച്ചും കൂടി നന്നാവുക. അപ്പോൾ രണ്ടും നമ്മൾ ട്രേയിൽ മടക്കി വെച്ച് കഴിഞ്ഞു. എൻ്റെ കയ്യിൽ കുറച്ചുള്ളതുകൊണ്ട് എനിക്ക് ട്രേ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഷെൽഫിൻ്റെ വലിപ്പം അനുസരിച്ച് ഡിസൈഡ് ചെയ്യുക കേട്ടോ എങ്ങനെ മടക്കി വെക്കണമെന്ന്. അപ്പോൾ അതേ എൻ്റെ ഇന്നലെ കാണിച്ച എൻ്റെ വീട്ടിലുള്ള ഡ്രസ്സുകൾ അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ മേലെ ഞാൻ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സുകൾ വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴെയുള്ള കളിയിൽ ഞാൻ സാരി അല്ലാതെ ഒതുക്കി വെച്ചു. തീരെ എടുക്കാത്ത സാരികളെ താഴത്ത് വെച്ചേക്കാണ്, സ്ഥിരം എടുക്കണത് മുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ ഞാൻ എൻ്റെ കോട്ടൺ സാരി ബാഗ് വെച്ചേക്കാണ്. അപ്പുറത്തെ വശത്താണ് ഞാൻ എൻ്റെ സിൽക്ക് സാരി, സ്ഥിരമായിട്ട് എടുക്കണ സിൽക്ക് സാരിയും വെച്ചിട്ടുണ്ട്. ബാക്കി അല്ലാതെ തീരെ ഉപയോഗിക്കാത്തത് താഴെ വെച്ചിരിക്കുകയാണ്. മാർക്കർ കൊണ്ട് എഴുതി വെച്ച കാരണം ഓരോന്നും നമുക്ക് എടുക്കുമ്പോൾ വേറെ സാരികൾക്ക് ഒരു പ്രോബ്ലം പറ്റണില്ല. ഞാൻ സ്ഥിരം എടുക്കാത്തതുകൊണ്ടാണ് ഈ മെത്തേഡ് എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ സ്ഥിരം എടുക്കണവരാണെങ്കിൽ ഞാൻ ഈ ടോപ്പ് ഇട്ട പോലെ നിങ്ങൾക്ക് ഹാങ്ങറിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബാസ്ക്കറ്റിലായാലും സാരി അറേഞ്ച് ചെയ്ത് വെക്കാം. പക്ഷെ ഇത്തിരി സാരി വീതി കുറച്ച് മടക്കണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ട്രൈ ചെയ്യാം. പിന്നെ സാരിയുടെ ബ്ലൗസും അതിൻ്റെ പാവാടയും ഞാൻ താഴത്തെ ഷെൽഫിലാണ് വെച്ചത്. കാരണം മുകളിലത്തെ ഷെൽഫിൽ കൊള്ളുന്നില്ല. ഇത് രണ്ടും കൂടെ വെച്ചിരിക്കുകയാണ്. ഇനിയും ഷെൽഫിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞാൻ മുൻപ് സാരി ഈ ഷെൽഫിൽ ഒതുക്കി വെച്ചിരുന്നത്. ഇനിയും സ്ഥലമുണ്ട്. കാരണം നമ്മൾ ഒതുക്കി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കും ഇഷ്ടമായ സ്ഥലം നമ്മുടെ ഷെൽഫിൽ വരും. നമ്മൾ വലിച്ചു വാരി ഇടുമ്പോൾ നമ്മുടെ ഷെൽഫിൽ തീരെ സ്ഥലമില്ലാത്ത പോലെ നമുക്ക് തോന്നണേ. അപ്പോൾ നന്നായി എന്താ പറയുക, ആവശ്യമില്ലാത്ത തുണികളൊക്കെ മാറ്റി ഒതുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷെൽഫിൽ ഇഷ്ടംപോലെ സ്ഥലം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാരിയുടെ എനിക്ക് കാണുമ്പോൾ അറിയാത്ര ഭംഗിയില്ല, എന്നാലും ഒതുങ്ങിയിരിക്കുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് മറക്കാണ്ട് ചെയ്യാം. എന്നിട്ട് എന്നോട് കമൻസിൽ പറയാം. അപ്പം നാളെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരയ്ക്കും ബൈ ബൈ.